ഇന്നത്തെ വിഷയം നമ്മുടെ പ്രധാനമന്ത്രിയുടെ തള്ളുകളാണ്. ഏറ്റവും അവസാനത്തെ തള്ള് കുറച്ച് കടുത്തു പോയതുകൊണ്ട് അതിനായി മാത്രം ഒരു എപ്പിസോഡ് സമർപ്പിക്കുന്നു. അമേരിക്ക പറഞ്ഞിട്ടും കേൾക്കാത്ത ഇസ്രായേലിനെ കൊണ്ട് കുറച്ച് ദിവസം താൻ യുദ്ധം നിർത്തിവെപ്പിച്ചു എന്നാണ് നരേന്ദ്രമോദി അവകാശപ്പെട്ടിരിക്കുന്നത്. അതെപ്പോൾ? റംസാൻ കാലത്ത് മുസ്ലിങ്ങളുടെ പുണ്യമാസമായതുകൊണ്ട് യുദ്ധം നിർത്തണം. ഈ ആവശ്യവുമായി ഒരു പ്രതിനിധിയെ അങ്ങോട്ടേക്ക് അയച്ചു അത്രേ. എന്നിട്ട് അവർ അത് പാലിച്ചു. പക്ഷേ എന്നിട്ടും റംസാൻ കാലത്ത് ഒരു 2-3 ദിവസം യുദ്ധം നടന്നു, അത്രേ ഉള്ളൂ. गाजा में रमज़ान का महीना था तो मेरे स्पेशल एनवॉय को मैंने इजराइल भेजा. इजराइल के प्रधानमंत्री राष्ट्रपति सबसे मिलना का मैंने कहा समझाइए इनको कि कम से कम रमज़ान में गाजा में बम्बार्डिंग यानी हमले न करें. और उन्होंने पालन करने का भरपूर प्रयास किया. आखिर में 2-3 दिन लड़ाई हो गई. കഴിഞ്ഞ റംസാൻ കാലത്ത് ഗാസയിൽ തീമഴ പെയ്യുകയായിരുന്നു. യുഎൻ ശ്രമിച്ച വെടിനിർത്തൽ പോലും ഫലപ്രദമായില്ല. മനുഷ്യർ മരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെ അടിച്ചുവിടുന്നത്. 2 മാസം മുമ്പ് മോദി മറ്റൊരു യുദ്ധവും നിർത്തിയിരുന്നു, അറിയില്ലേ? ഉക്രൈനിൽ. അന്ന് ഇന്ത്യൻ പതാകയുടെ കീഴിൽ സുരക്ഷിതരായി പാകിസ്ഥാനിൽ വരെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു അത്രേ. മോദി പറഞ്ഞതാണ്. BJP അത് വെച്ച് ഒരു പരസ്യവും ചെയ്തു. मैंने कहा था ना, कैसी भी सिचुएशन हो मोदी जी हमें घर ले आएंगे. वॉर रुकवा दी पापा और फिर हमारी बस निकाली पापा. അതുവരെ എല്ലാം ശരിയായിരുന്നു. പക്ഷെ നമ്മുടെ തന്നെ വിദേശകാര്യ വക്താവ് ഇത് നിഷേധിച്ചു കളഞ്ഞു. Extrapolating that to say that somebody is holding a bombing or that this is somewhere we are coordinating that, I think is absolutely inaccurate. I don't think. എങ്ങനെ നിഷേധിക്കാതിരിക്കും? ഞങ്ങൾ ഇടപെട്ട യുദ്ധം നിർത്തിയെന്നൊക്കെ തള്ളിയാൽ പിന്നെ UN-ലും റഷ്യയിലും ഒക്കെ പോകണ്ടേ? ഇവരെയൊക്കെ വീണ്ടും കാണണ്ടേ? എന്ത് സമാധാനം പറയും? അല്ലെങ്കിൽ തന്നെ നയതന്ത്ര ബന്ധങ്ങൾ സൂക്ഷിച്ചു നീങ്ങിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണ്. പക്ഷേ മോദിയെ തടയാൻ നിങ്ങൾക്കാവില്ല. അമേരിക്കയിൽ കഴിഞ്ഞ തവണ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് കുറച്ചു മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയി. എന്നിട്ട് ട്രംപിനൊപ്പം ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്ത് ഇത്തവണ ട്രംപ് സർക്കാർ എന്ന് ആഹ്വാനം ചെയ്തു. ഒരുതരം തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. The words of candidate Trump. अब की बार ट्रंप सरकार. ട്രംപ് പക്ഷേ തോറ്റു. അന്നത്തെ ആ മുദ്രാവാക്യമുണ്ടാക്കിയ പ്രശ്നം തീർക്കാൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ചില്ലറ പാടത്തുമല്ല പെട്ടത്. ഇനി കഴിഞ്ഞ G20 ഉച്ചകോടി, അതിൻ്റെ അധ്യക്ഷ പദവി ഇന്ത്യക്കായിരുന്നു. അപ്പോഴും തള്ളോട് തള്ള്. ഇന്ത്യക്ക് അധ്യക്ഷ പദവി കിട്ടിയത് രാജ്യത്തിൻ്റെ സ്വാധീനത്തിൻ്റെയും ശക്തിയുടെയും തെളിവാണെന്നൊക്കെ നാട്ടിൽ മുഴുവൻ പരസ്യം ചെയ്തു. കോടികളുടെ പരസ്യം. നമ്മൾ വിശ്വഗുരുവായത്രേ. ഈ G20 അധ്യക്ഷ പദവി പക്ഷേ എല്ലാ വർഷവും ഓരോ രാജ്യത്തിനും മാറി മാറി കിട്ടുന്നതാണ്. ഇന്ത്യക്ക് മുമ്പ് അത് ഇന്തോനേഷ്യക്കായിരുന്നു, ഇപ്പോൾ അത് ബ്രസീലിനാണ്. ആരോട് പറയാൻ? നുണ പറയാൻ മാത്രമല്ല, അതിനെ ന്യായീകരിക്കാനുമുണ്ട് ഒരു പ്രത്യേക വൈഭവം ഇദ്ദേഹത്തിന്. അത് നമുക്ക് വെളിവായത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യത്തിലാണ്. പൊളിറ്റിക്കൽ സയൻസിൽ തനിക്ക് MA ഉണ്ടെന്ന് അവകാശപ്പെട്ട നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ രേഖകൾ തപ്പി നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ പോയൊരു സംഭവമുണ്ട്. പക്ഷേ കോടതി വഴി അത് തടഞ്ഞു മോദിയും സംഘവും. ഇപ്പോഴും മാർക്ക് ലിസ്റ്റും മറ്റും രഹസ്യമാണ്. BJP പക്ഷേ PG സർട്ടിഫിക്കറ്റ് പുറത്തുവിട്ടു. പിന്നീട് വിഷയത്തിൻ്റെ പേരാണ് രസം, എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ്. അതെന്ത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് മാത്രമല്ല, നരേന്ദ്രമോദിയോടൊപ്പം പഠിച്ച ഒരു വിദ്യാർത്ഥിയെയും, MAക്ക് പഠിച്ച ഒരു വിദ്യാർത്ഥിയെയും, BAക്ക് പഠിച്ച ഒരു വിദ്യാർത്ഥിയെയും ഇതുവരെ ആരും കണ്ടിട്ടുമില്ല. ഇതേ മോദി തന്നെ പണ്ട് തനിക്ക് 8ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. वैसे तो मैंने 17 साल की आयु में घर छोड़ दिया. स्कूली शिक्षा के बाद मैं निकल गया. तब से लेकर के आज तक मैं भटक रहा हूँ नई चीजें पाने के लिए. सिर्फ स्कूल तक पढ़े, मतलब प्राइमरी स्कूल तक, हाई स्कूल तक. ഇതിനെക്കുറിച്ചും ആരോട് ചോദിക്കാൻ? 1988 ഇമെയിൽ അയച്ചെന്നും ഡിജിറ്റൽ ക്യാമറ വെച്ച അദ്വാനിയുടെ ഫോട്ടോ എടുത്തെന്നുമൊക്കെ തട്ടിവിട്ടിട്ടുണ്ട് മോദി. രേഖകളിലുണ്ടത്. शायद देश में शायद कोई हो सकता है, मुझे मालूम नहीं, मैंने पहली बार डिजिटल कैमरा का उपयोग किया था 87-88 में शायद. और उस समय बहुत कम लोगों के पास ईमेल रहता था. तो मेरे यहाँ विरमगाम तहसील में अडवाणी जी की सभा थी, तो मैंने वो डिजिटल कैमरा पर उनकी फोटो ली. तब डिजिटल कैमरा इतना बड़ा आता था, मेरे पास था उस समय. मैंने फोटो निकाली और मैंने दिल्ली को ट्रांसमिट की. ഇന്ത്യയിൽ ഔദ്യോഗികമായി ഇമെയിൽ വന്നത് തന്നെ 95-ലാണ്. ലോകത്ത് ഡിജിറ്റൽ ക്യാമറ വിൽപ്പനയ്ക്ക് വന്നത് തന്നെ 1990. മുൻകാല പ്രാബല്യത്തിൽ എങ്ങനെയാണാവോ നരേന്ദ്രമോദി ഡിജിറ്റൽ ഫോട്ടോ എടുത്ത് അത് ഇമെയിൽ അയച്ചു കൊടുത്തത്? എന്തെങ്കിലും വഴി കാണുമായിരിക്കും. പിന്നെ മഴമേഘങ്ങളുടെ മറവിൽ യുദ്ധവിമാനങ്ങൾ പറപ്പിക്കാൻ ഉപദേശിച്ചത്, വിചിത്രമായ കണക്കിൻ്റെ ഫോർമുലകൾ പ്രസംഗിച്ചത്, പുരാതന ഇന്ത്യയിലെ പ്ലാസ്റ്റിക് സർജറി, അങ്ങനെ ഒരുപാടുണ്ട് തള്ളുകൾ.
പക്ഷേ ഇനി കാണിക്കുന്നതാണ് എൻ്റെ ഫേവറേറ്റ്. उसने उस नाली में, स्वाभाविक ये गंदी नाली होती है, वहाँ गैस भी निकलता है तो कभी दुर्गंध आती थी. उसने एक छोटी सी बर्तन को उल्टा करके उसमें छेद करके एक पाइप डाल दी और जो गटर से गैस निकलता था वो पाइपलाइन से उसके अपने चाय के ठेले में ले लिया और वो चाय बनाने के लिए उसी गैस का उपयोग कर करके चाय बनाता था. सिंपल सी टेक्नोलॉजी. അതായത് ഓടയിലെ അഴുക്കുചാലിൽ നിന്ന് അഴുകി പുളിച്ചുയരുന്ന വാതകം ഒരു പാത്രം കമിഴ്ത്തി വെച്ച് ശേഖരിച്ച് അതിലൊരു പൈപ്പിട്ട് ആ പൈപ്പ് വഴി സ്റ്റൗവിലേക്ക് എത്തിച്ച് പാചകം നടത്തുന്ന കടക്കാരൻ. മോദി കണ്ടതാണ്. ആഹാ, എന്താ ഇമാജിനേഷൻ. പക്ഷെ തമാശയ്ക്കപ്പുറം എന്ത് നുണയും പറയാം, ബഹുഭൂരിപക്ഷവും അത് വിശ്വസിക്കും എന്ന സ്ഥിതി കുറച്ചൊക്കെ നമ്മളെ പേടിപ്പിക്കുകയും വേണം. അങ്ങനത്തെ ഒരു നാട്ടിൽ ഭ്രാന്തന്മാരുടെ വിപ്ലവമായിരിക്കും വരിക. അതിനധികം സമയമൊന്നും വേണ്ട. നമസ്കാരം. ICL FinCorp, the intelligent choice.